ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ്. അപ്പോൾ ഈ എപ്പിസോഡിലും കാര്യം നമ്മൾ ചെറിയൊരു ഹാർഡ് കോർ സീരീസും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതെ 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 അപ്പോൾ നമ്മൾ ഹാർഡ് കോർ സീരീസ് ആയിട്ട് വന്നേക്കണേ. അപ്പോൾ വീഡിയോ കാര്യം ഇഷ്ടപ്പെട്ടെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ടും കാര്യങ്ങളൊക്കെ പോയേക്കാം. അപ്പം നമ്മൾ സ്പോണും കാര്യങ്ങളായി വീണത് ഇവിടെ ആയിട്ടാണ്. ഈ നമുക്ക് എന്തായാലും അങ്ങാട്ട് ഇവിടെ ഐസ് ബയോമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമ്മൾ റാൻഡം സീഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതാക്കിയെടുത്ത സീഡൊന്നുമല്ല. നമുക്കെന്നാലും നോക്കാം എന്തൊക്കെയാ ഇവിടെ ഉള്ളതെന്ന്. ആദ്യം തന്നെ നമുക്കൊരു വുഡും കാര്യങ്ങളും കട്ട് ചെയ്ത് തന്നെ തുടങ്ങിയേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്തിരി വുഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു വുഡൻ പിക്കാക്സ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇത്തിരി സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്തിട്ടും ഞാൻ എന്തായാലും. ഓക്കെ, നമ്മൾ എന്തായാലും ഇത്തിരി കോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മേലോട്ടും കാര്യങ്ങളും കയറി പോയിട്ട് നമുക്ക് ഒരു പിക്കാക്സും വുഡന്റെ പിക്കാക്സും സോഡും കാര്യങ്ങളും, സോഡല്ല ആക്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും. ഓക്കെ, നമ്മൾ എന്തായാലും സെറ്റും കാര്യങ്ങളും ചെയ്തിട്ട് ടൂൾസും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഈ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം എന്തായാലും. ഞാൻ ഈ ഭാഗത്തായിട്ട് ഒരു പംകിനും കാര്യങ്ങളും കണ്ട്. പംകിന്റെ സൈഡിൽ ചില വില്ലേജും കാര്യങ്ങളൊക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ആ വഴിക്ക് തന്നെ പോയി നോക്കാം. ഓക്കെ, നമുക്ക് പംകിന്റെ അടുത്ത് എത്തിയോ അവിടെ ഷീപ്പും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കൊരു ആ ഇവനായിട്ടുള്ള നമുക്കൊരു ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഷീപ്പുള്ള അതോ രണ്ട് മൂന്ന് ഷീപ്പ് ഉണ്ടോ? രണ്ടെണ്ണത്തിന് ഞാൻ കണ്ടു. ആ, മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ബെഡും കാര്യങ്ങളും സെറ്റായി. ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും. ഇവിടെ വെച്ച് തന്നെ ഒരു ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്യണമെന്നുണ്ടായി, പക്ഷെ എന്റെ വുഡില്ല. കടയിൽ പോയിട്ട് ഒരു വുഡും കാര്യങ്ങളും മേടിച്ചിട്ടും വരാം. ഓക്കെ, നമ്മ വുഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി മെയിൻഡയിലോട്ട് കയറിയിട്ട് ഒരു ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും. നൈറ്റ് ആവുന്നുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. ഓ, ഇത് ആടിന്റെ അടുത്ത് അനങ്ങാണ്ട് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അമ്മര് മൂട്ടിലൊന്നൊരു തട്ട് വെക്കും. കണ്ടോ അവിടെ കണ്ട. ഇത്തിരി മാറി നിന്നിട്ടൊരു ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും. ബെഡും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി നമുക്ക് നൈറ്റിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റോവിന്റെ വണ്ടിയെ കൂടെ വെള്ളം നടക്കുന്നത് സേഫ് അല്ല. ഇങ്ങോട്ട് വല്ല വില്ലേജും ഞാൻ കാണുന്നുണ്ട്. ഇതിൽ സൂം ഇല്ലാത്തതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റൂല. ഇങ്ങോട്ട് വല്ല വില്ലേജ് ഉണ്ടോ? ഓക്കെ ഓക്കെ, വല്ല ക്രീപ്പർ കുട്ടികളോ വന്നതിന് മുമ്പ്. ആ മൈൻക്രാഫ്റ്റിന്റെ ഓരോ കാര്യങ്ങൾ ഭാഗത്ത് ഞാൻ ഇത് ഹാർഡ് കോറായിട്ട് ഞാൻ പറഞ്ഞു. റൂൾ പോർട്ടലും കാര്യങ്ങളും കിട്ടി നമുക്ക്. ഗോൾഡും കാര്യങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മൈൻ ചെയ്യാനായിട്ട് കഴിയണില്ല. ഇവിടെ ചെസ്റ്റ് കുച്ചു ഹാർഡ് കോർ വേർഡ് മറക്കുന്നു. ചെസ്റ്റ് ഒന്നുമില്ല. ഹലോ, ചെസ്റ്റ് ഉണ്ടോ? ചെസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ മാമ. ഇവിടെ ചെസ്റ്റ് ഇല്ലേ? അയ്യേ, വെറുതെ വിളിച്ച്. ചെസ്റ്റ് ഇല്ല തോന്നുന്നുണ്ട്. ചിലയിടത്ത് ചെസ്റ്റ് ഇല്ലാണ്ട് സ്പോൺ ആവാറുണ്ട്. ഇവിടെ ചെസ്റ്റ് ഒന്നുമില്ല. അയ്യയ്യേ, നമുക്ക് ഇപ്പൊ കിട്ടി. നെതർ റാക്ക് വെച്ചൊന്ന് ഫില്ലർ ചെയ്ത് ഇങ്ങനെ നോക്കാം. വല്ലോടത്തും വല്ല വില്ലേജ് ഉണ്ടോ? ശരിക്കും മലയിൽ കയറി നോക്കിയാ അവിടെ ഒരു പങ്കിനും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഈ ഭാഗത്തോട്ട് പങ്കിനൊന്നും കാണില്ല. ഞാൻ പംകിന്റെ പുറകെയാണ് പോയി പോണത്. കാരണം പംകിന്റെ പുറകെ പോയ വില്ലേജ് ഇത്തിരി ഫുഡും കാര്യങ്ങളും ഉണ്ടാവും. ഫുഡും കാര്യം എടുത്തേക്കാം. നൈറ്റ് ആവുമ്പോ കിടന്നുറങ്ങേണ്ടതായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഈ ഭാഗത്തുള്ള എല്ലാ പശുക്കളെയും പന്നീനെയും ഒന്നും കൊല്ലാൻ പറ്റൂല. കാരണം പിന്നീട് ആവശ്യം വരും നമുക്ക്. പംകിനോടെ ഞാൻ കണ്ട ഓടുകൊണ്ട് അവിടെ ഇറക്കുന്നു. അങ്ങോട്ടും ഒന്ന് പോയി നോക്കാം. വെള്ള വില്ലേജ് കാണുന്നുണ്ടോ? അങ്ങാട്ട് സവാന ഞാൻ കാണുന്നുണ്ട്. സവാന വില്ലേജ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വില്ലേജ് വാട്ട് ഇത്ര എടുത്താ? ഓ, 100 ബ്ലോക്കിലൊക്കെ ആയിരിക്കും വില്ലേജ്. ഞാൻ റെസ്പോൺസ് സെറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 100 ബ്ലോക്കിലൊക്കെ ആയിരിക്കും വില്ലേജ് ഉണ്ടാവുക. ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടായ ഒരു വില്ലേജ്. മാമനെ നമുക്ക് ഇപ്പൊ തൊടേണ്ട ആവശ്യമില്ല. തൊട്ടാ ഞാൻ എന്നെ എയറിലാക്കും. നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. വേറെ ഒന്നുമില്ല. ചെറിയൊരു വില്ലേജ് ആണല്ലേ. വലിയതൊന്നല്ല, അത്രയ്ക്ക് വലുതൊന്നുമല്ല. ഒരു ചെറിയൊരു വില്ലേജ്. ഇവനെപ്പോ കുട്ടിയുടെ ഇവിടെ. ഇവൻ ന്യൂബ. ഒയ്യോ, ഈ പറ്റില്ല. ഓക്കെ, ഒരുത്തനെ പൊട്ടിട്ടിട്ടുണ്ടാവും എന്തായാലും. ആൾ കടന്ന് തുള്ളി കളിക്കട്ടെ. ഒരുത്തനെ കൂടിയും കിട്ടിയാണ് നമ്മൾ സേഫായി.
ബാക്കിയുള്ളവന്മാരെ സോംബി പിടിച്ചാൽ എനിക്ക് വിഷയമില്ല. നമുക്ക് എന്തായാലും ഇത്ര ഫുഡും കാര്യങ്ങളും എടുത്തൊന്ന് മൈനിങ്ങിന് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടാൻ ശ്രമിക്കാം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒന്ന് മൈനിങ്ങിലും കാര്യങ്ങളൊക്കെ പോയി ഇത്തിരി സംഭവം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഗൈസ്, നമ്മൾ എന്തായാലും ഇപ്പം മൈനിങ്ങിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയൊക്കെ നമ്മളിപ്പോൾ ഡീസലൈറ്റിന്റെ ലെവലും കാര്യങ്ങളും എത്തി. നമുക്ക് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ടഫ് അങ്ങനത്തെ പറഞ്ഞ പോക്കും കാര്യമില്ലേ, അതും കാര്യങ്ങളൊക്കെ ഇത്തിരി മൈൻഡ് ചെയ്തിട്ട് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു ഇത്തിരി ഒന്ന് ഡയമണ്ട് എല്ലാം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡയമണ്ട് ആർമറും കാര്യമൊക്കെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളും. ഇത് ഭയങ്കര ആവശ്യമുള്ളൂ എനിക്ക്. നമുക്ക് ഇത് വെച്ച് വീടും കാര്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മറ്റേ സ്റ്റോം പോലെ തന്നെ നമുക്ക് ബ്രിക്കാക്കി വീടും കാര്യമൊക്കെ സെറ്റ്. ഡയമണ്ട് ഡയമണ്ട് തരണം 4 എണ്ണം. 1 2 3 4 5 എണ്ണം. 5 ഫസ്റ്റ് ഡയമണ്ട് അവനെ വെള്ളി കയറി. ഓ, 5 അതിന്റെ അടിയിലോട്ടും ഉണ്ട്. അയ്യോ, ഫസ്റ്റ് തന്നെ ഡയമണ്ട് കാര്യങ്ങളും കിട്ടി. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് 10 ഡയമണ്ട് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 14 കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് കേവാണ്. അതേ, അയ്യോ ഉയ്യോ വെച്ചാത്താനെ ഫുഡ് കയ്യിലുണ്ടായി സേഫായി. നമുക്കൊരു 600 പോലും ആയിട്ടില്ല, അപ്പൊ തന്നെ സ്കെൽട്ടൻ തലക്കൊന്ന് അടിച്ചു കഴിഞ്ഞു. നമ്മ എന്തായാലും ടഫ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മൈൻഡിട്ട് മേളോട്ട് കാര്യങ്ങൾ കയറി പോവാം. കേസ് നമ്മ എന്തായാലും മൈനിങ്ങിൽ മതിയാക്കി നിർത്തി പോവാണ്. കാരണം നമുക്ക് 27 ഡയമണ്ട് കാര്യങ്ങളും കിട്ടി. ഉയ്യോ ഉയ്യോ ഉയ്യോ, ഞാൻ ചത്ത് 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 ചത്ത്. നമ്മ ചത്ത്. ഷേ, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചില്ല. ടോർച്ച് വെച്ചിട്ട് പോകേണ്ടതായിരുന്നു. മണ്ടത്തരം കാണിച്ച് നമ്മ മറ്റേ സ്പോണാന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ നമ്മ പിന്നെ ഒന്നും ബിൽഡ് ചെയ്യാത്തോണ്ട് കുഴപ്പമില്ല. ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ മൈൻക്രാഫ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വീഡിയോ കാര്യങ്ങളും അതിൻ്റെ എപ്പോഴും നമ്മൾ ഹാർഡ് ഫോർവേഡ് കാര്യങ്ങൾ പോകേണ്ട അവിടെ ഔട്ട്ഡോറും കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ലെസ് പ്ലേ നമ്മുടെ പഴയ ലെസ് പ്ലേ വേൾഡും കാര്യങ്ങളൊക്കെ വന്നേക്കാണ് ഔട്ട്ഡോറും കാര്യങ്ങൾ എടുക്കാൻ. അപ്പോൾ വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഹാർഡ് കോർ സീരീസ് തന്നെ ഒന്നും കൂടി തുടങ്ങണമെന്ന് എനിക്ക് ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആലോചിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. നമുക്ക് എന്തായാലും നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്യും നമ്മൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും സീരീസോ വല്ല ഗെയിമോ അല്ല നോക്കണമെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുന്ന. ഇപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.